ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഓണമൊക്കെ ഇങ്ങ് അടുത്തെത്തി. ഇപ്പം നമുക്കിന്നൊരു അവിയൽ തയ്യാറാക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ അവിയൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അവിയൽ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി നീളത്തിൽ കനം കുറച്ചരിഞ്ഞ വെജിറ്റബിൾ ഇട്ടു. ക്യാരറ്റ്, ചേന, മത്തങ്ങ, പടവലങ്ങ, മുരിങ്ങയ്ക്ക, ബീൻസ്, കോവയ്ക്ക, കായ, പച്ചമുളക്, ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ ഈ ഒരു അവിയലിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ കഷ്ണങ്ങളെല്ലാം ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റാണ് ചെറിയ തീയിൽ വെച്ച് കൊടുത്തത്. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി നോക്കണം. വെള്ളം അധികം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അവയിലേക്കുള്ള അരപ്പിന് വേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ചെറിയുള്ളിയും 2-3 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇത് കഷ്ണങ്ങളിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കണം. ഇങ്ങനെ നമ്മൾ പച്ച അരപ്പ് കഷ്ണങ്ങളിൽ ചേർത്തൊന്ന് അടച്ച് വെക്കുന്ന സമയത്ത് ആ ഒരു ആവിയിൽ കഷ്ണങ്ങളിലേക്കുള്ള അരപ്പിലേക്ക് നല്ലൊരു ചൂട് പിടിക്കും. അപ്പോൾ ആ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിക്കിട്ടും. ഒരുപാട് നേരം അടച്ച് വെക്കേണ്ട. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് തുറന്ന് നോക്കാം. കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിക്ക് വേണ്ടി ചിലർ കഷ്ണങ്ങളുടെ കൂടെ പച്ചമാങ്ങ ചേർക്കാറുണ്ട്. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. പകരം 2-3 ടേബിൾ സ്പൂൺ തൈരും ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അത്യാവശ്യം പുളിയുള്ള തൈര് ചേർക്കാം. ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറച്ചധികം 2-3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ അവിയൽ തയ്യാറായി. ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെയും അതുപോലെ കറിവേപ്പിലയുടെയും ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അവിയലിൻ്റെ രുചി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്